അമ്മയുടെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു 2024? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷം ഈ 2024. അച്ഛൻ മരിച്ച ഇതായി, പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാണ് ഈ 2024. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാലത്ത് നമ്മളെല്ലാരും മരിച്ചു പോകും. നമ്മൾ ആരും 100 വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ല. അതുവരെ നമ്മൾ ഉണ്ടാക്കിയ പൈസയും പണവും ഒന്നും ആരും നോക്കത്തില്ല. പക്ഷെ പൈസയും പണവും വേണം, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് വേണം. നമ്മുടെ ജീവിതം പൈസക്ക് വേണ്ടിട്ട് മാറ്റി വെക്കില്ലേ. നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മുടെ ലൈഫും കൂടെ എൻജോയ് ചെയ്യണം. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എത്ര പൈസ കൊടുത്താലും എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പൈസ കൊടുത്താലും കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട്. കുടുംബം, നമ്മുടെ സന്തോഷം. ഇത് എത്ര രൂപ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല. നമുക്ക് ഇപ്പം കുറച്ച് പൈസ തരാം, എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ? വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സന്തോഷം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, വിഷമങ്ങൾ വരുമ്പോൾ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ കരയുക. അത്ര സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ലക്കി. നേരത്തെയൊക്കെ കൊച്ചു രാവിലെ എണീച്ച് ചിരിച്ചോണ്ടാണ് എണീച്ച് വരുന്നത്. അടുക്കളയിൽ വന്ന് എന്നെ 2 അടിയൊക്കെ അടിച്ച് രാവിലെ അമ്മയെ കാണും. അമ്മയുടെ പിന്നെ കൈക്ക് പോയി 2 അടി അടിക്കും, ചെള്ളക്ക് ഒരു പിച്ചൊക്കെ പിച്ചി ഒന്ന് നുള്ളി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് എന്റെ ആ ഒരു ഫൺ ക്യാരക്ടർ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ട കേസ്. ഞാൻ പോലും അത് അറിഞ്ഞില്ല. കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ രാവിലെ വരുമ്പോ ഇങ്ങനെയൊക്കെ അറിയില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ, അത് ഞാൻ പോലും അറിയുന്നില്ല. എന്റെ ക്യാരക്ടർ മാറുമ്പോൾ എനിക്കറിയില്ല. മനുഷ്യന്മാർ അങ്ങനെയാണ്. നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മാറും. പല കാര്യങ്ങളും എന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്റെ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പഴയ പോലെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി, ഒരുപാട് മാറിപ്പോയി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കും. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ചടങ്ങെത്തുന്നതാണ്. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ഫാമിലിനകത്ത് നടന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ, നമ്മളെല്ലാവരും കണ്ട സംഭവമാണ് അത്. അപ്പം അതിനെ വീണ്ടും ഇട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ന്യായീകരിക്കണമെന്നല്ല, അത് ആ ഒരു ഇപ്പം 2 പേര് 2 വഴിക്ക് പോയി. അപ്പം അതായത് ഇപ്പം പ്രവീൺ കൊച്ചു എന്ന് പറയുന്ന പ്രവീൺ പ്രണവ്, എനിക്ക് ഇവർ 2 പേരുടെ പേര് എപ്പോഴും മാറിപ്പോ. പ്രവീൺ പ്രണവ് എന്ന് പറയുന്നതിനകത്ത് പ്രവീൺ ഇപ്പം വേറെ വഴിക്ക് പോയി. അതായത് അതിനകത്ത് പ്രണവ് അതേപോലെ കൊച്ചു എന്ന് വിളിക്കുന്ന അവരിപ്പോൾ വേറെ വഴിക്ക് പോയി. ഇതിപ്പോൾ രണ്ട് ചാനലായിട്ടാണ് ഇരിക്കുന്നത്. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, അതേപോലെ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. എന്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഈ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനലിനകത്തുള്ള അവിടെ ഉള്ളവരാണ് പ്രണവ്, അതേപോലെ പ്രണവിന്റെ അച്ഛൻ, പ്രണവിന്റെ അമ്മ, അവരാണ് ഒരു സൈഡിനകത്ത്. പിന്നെ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ചാനലിനകത്തുള്ളതാണ് പ്രവീൺ, അതേപോലെ പ്രവീണിന്റെ ഭാര്യ, പ്രവീണിന്റെ കൊച്ച്. അപ്പൊ ഇതാണ് ഒരു സൈഡ്. എന്ത് കോംപ്ലിക്കേറ്റഡ് ആണിത്. അപ്പൊ ഇവര് 2 പേരും ഇപ്പൊ 2 ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. 2024 എങ്ങനെ ഉണ്ടായിരുന്നുള്ള പ്രണവിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ പിന്നെയും ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാരുണ്ട്. അവരെ അപ്പൊ പിന്നെയും പറ്റിച്ച് ഇപ്പൊ നമ്മൾ കണ്ടല്ലേ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു റിയൽ ഫേസ് പുറത്തു വന്നൊരു സംഭവം പറഞ്ഞു ഈ പ്രവീൺ പ്രണവ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു തല്ലും പിടിയൊക്കെ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവീണിനെ തല്ലി, കൊച്ചു തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഗർഭിണിയായിരിക്കെ ഈ അവരുടെ ഭാര്യേനെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം. അപ്പൊ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ ഇവരുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞതാണ്. പിന്നെയും വന്നിരുന്ന സെന്റിമെന്റ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്കൊന്നും അതൊന്നും ഒരു ജെനുവിനിറ്റി എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.